നമസ്കാരം. നൈസ് ടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പഴഞ്ഞി MD കോളേജിൽ നിയമദിനം ആചരിച്ചു. കുന്നംകുളം പ്രസ് ക്ലബ് സംഘടിപ്പിച്ച ജനകീയം 2020 സംവാദ പരിപാടിയിൽ കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CK സദാനന്ദനും പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠനും പങ്കെടുത്തു. ത്രയോദശി ഊട്ടില്ലാതെ ഗുരുവായൂർ ഏകാദശി സമാപിച്ചു. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. BJP ചൊവ്വനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാതൃസംഗമം നടത്തി. കുന്നംകുളം കീഴൂർ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ കാർത്തിക മഹോത്സവം ചടങ്ങുകൾ മാത്രമായി ഞായറാഴ്ച നടക്കും. കുന്നംകുളം പ്രസ് ക്ലബ് സംഘടിപ്പിക്കുന്ന ജനകീയം 2020 സംവാദ പരിപാടിയിൽ വേലൂർ പഞ്ചായത്തിലെ ഭരണകക്ഷി പ്രതിപക്ഷാംഗങ്ങൾ പങ്കെടുക്കും. വാർത്തകൾ വിശദമായി. പഴഞ്ഞി MD കോളേജിൽ നിയമദിനം ആചരിച്ചു. പഴഞ്ഞി MD കോളേജിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ നിയമദിനം ആചരിച്ചു. പ്രോസിക്യൂട്ടർ PV രാധാകൃഷ്ണൻ ഉദ്ഘാടകനായി. കോളേജ് പ്രിൻസിപ്പൽ തോമസ് മാത്യു അധ്യക്ഷത വഹിച്ചു. ഭരണഘടന, നിയമങ്ങൾ എന്നിവയെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് അവബോധ ക്ലാസുകൾ നൽകി. NSS പ്രോഗ്രാം ഓഫീസർ ജിജി പോൾ, കോളേജ് യൂണിയൻ അസോസിയേഷൻ സെക്രട്ടറി അമൽരാജ്, മുൻ NSS ലീഡർ ഷാരൂൺ, അഖിലേഷ് എന്നിവർ പ്രസംഗിച്ചു. കുന്നംകുളം പ്രസ് ക്ലബ് സംഘടിപ്പിച്ച ജനകീയം 2020 സംവാദ പരിപാടിയിൽ കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CK സദാനന്ദനും പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠനും പങ്കെടുത്തു. അഴിമതി രഹിത ഭരണമാണ് കാട്ടകാമ്പാലിൽ നടത്തിയതെന്ന് CPM. വാഗ്ദാനങ്ങൾ മാത്രമാണ് ഭരണസമിതി നൽകിയതെന്ന് കോൺഗ്രസ്. കുന്നംകുളം പ്രസ് ക്ലബ് സംഘടിപ്പിക്കുന്ന ജനകീയം 2020 സംവാദ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും CPM നേതാവുമായ CK സദാനന്ദനും മുൻ പ്രതിപക്ഷ അംഗവും കോൺഗ്രസ് നേതാവുമായ MS മണികണ്ഠനും. സുതാര്യവും അഴിമതിരഹിതവും ആക്ഷേപമില്ലാത്തതുമായ ജനകീയ ഭരണമാണ് കാട്ടകാമ്പാലിൽ നടന്നതെന്ന് CK സദാനന്ദൻ കൂട്ടിച്ചേർത്തു. വികസനങ്ങളില്ലാതെ വാഗ്ദാനങ്ങൾ മാത്രമാണ് നൽകിയതെന്ന് MS മണികണ്ഠൻ ആരോപിച്ചു. ഉൽപാദനവും സംഭരണവും വിതരണവും സമ്പാദ്യം ഉറപ്പുവരുത്താൻ കഴിഞ്ഞ ഭരണമാണ് കാട്ടകാമ്പാലിൽ നടന്നത്. കൃഷിക്ക് പ്രാധാന്യം നൽകിയ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി. 57 ഹെക്ടർ തരിശുഭൂമിയിൽ കൃഷി ചെയ്യാൻ കഴിഞ്ഞെന്നും സമ്പൂർണ്ണ തെരുവിളക്കുകളുള്ള പഞ്ചായത്താക്കി കാട്ടകാമ്പാലിനെ മാറ്റി. 44 മിനിമാസ് വിളക്കുകൾ സ്ഥാപിച്ചു. ഇതെല്ലാം ഭരണത്തിന്റെ നേട്ടമാണെന്ന് CK സദാനന്ദൻ പറഞ്ഞു. വികസനമില്ലാതെ വാഗ്ദാനങ്ങൾ മാത്രം നൽകിയ ഭരണമാണെന്ന് MS മണികണ്ഠൻ കുറ്റപ്പെടുത്തി. പുതിയ വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിച്ചില്ല. പ്രകടന പത്രികയിൽ പറഞ്ഞ പദ്ധതികളും നടപ്പിലാക്കിയില്ല. തെരുവിളക്ക് പദ്ധതിയിലൂടെ പഞ്ചായത്തിനെ മങ്ങിയ വെളിച്ചത്തിൽ എത്തിച്ചെന്നും മണികണ്ഠൻ കുറ്റപ്പെടുത്തി. സംസ്ഥാന സർക്കാരിന്റെ എല്ലാവിധ സഹായ സഹകരണവും പ്രത്യേകിച്ച് കുന്നംകുളം MLAയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായ AC മൊയ്തീൻ അവരുടെ എല്ലാവിധ സഹായ സഹകരണത്തോടു കൂടിയാണ് പഞ്ചായത്ത് മുന്നോട്ട് പോയത്. അതിൻ്റെതായ ഗുണങ്ങൾ നേടാനും നേട്ടങ്ങൾ കൊയ്യാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് പ്രളയവും ഒരു മഹാമാരിയും വന്നതോടുകൂടി സുഭിക്ഷ കേരളം പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് കാർഷിക മേഖലയിൽ മൃഗസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിൽ, ക്ഷീരസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിൽ, കോഴി കൃഷി വർദ്ധിപ്പിക്കുന്നതിൽ, അതുപോലെ തന്നെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിലെല്ലാം വിവിധങ്ങളായ പദ്ധതികൾ വെച്ചുകൊണ്ട് അവിടെയും സമ്പാദ്യവും അതോടൊപ്പം തന്നെ ജീവിതമാർഗം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നിരവധി പദ്ധതികളും ആ മേഖലയിൽ വെച്ചിട്ടുണ്ട്. പുതിയൊരു പദ്ധതി ആവിഷ്കരിച്ചതായിരുന്നു പോത്തുകുട്ടി വളർത്തൽ എന്നൊരു പദ്ധതി. ഇപ്പോൾ അത് ഈ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും ധാരാളം പേർ നമ്മുടെ സഹോദരങ്ങൾ മടങ്ങി വന്നതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ മേഖലയിൽ കാണുന്ന ഒരു ബിസിനസ്സായി പോത്തുകുട്ടി വളർത്തൽ മാറിയിട്ടുണ്ട്. ഈ ലൈഫ് പദ്ധതിയും കേരളത്തിന് തന്നെ ഏറ്റവും പുറകോട്ട് പോയ ഒരു പഞ്ചായത്താണ് കാട്ടകാമ്പാൽ പഞ്ചായത്ത്. കേവലം 33 പേർക്ക് മാത്രമാണ് ലൈഫ് പദ്ധതിയിലൂടെ 4 ലക്ഷം രൂപ ഫണ്ട് കൂടി ചെലവഴിച്ചത്. ഈ ചെലവഴിച്ചതിൽ തന്നെ പല കാലഘട്ടങ്ങളിൽ ഫണ്ട് വാങ്ങാത്ത ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് 29 പുതിയ ആളുകളും മറ്റുള്ള ആളുകൾ UDFന്റെ കാലഘട്ടത്തിൽ ഫണ്ട് വാങ്ങി ചെയ്യാൻ കഴിയാത്ത ആളുകളടക്കം 33 പേർക്ക് മാത്രമാണ് 5 വർഷം പിന്നിടുമ്പോൾ ഇവർക്ക് നൽകാൻ കഴിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ പ്രകടനത്തിൽ പറഞ്ഞ കാര്യം ഖരമാലിന്യ സംസ്കരണ സ്ഥാപിക്കുമെന്ന ഇന്ന് കാട്ടകാമ്പാൽ പഞ്ചായത്തിൽ എവിടെയും ഖരമാലിന്യ സംസ്കരണ പ്ലാന്റുകളില്ല.
വളരെ വ്യക്തമായി സർക്കാരുകളുടെ ഏറ്റവും കർശന നിർദ്ദേശങ്ങളിൽ ഒന്നാണ് ഖരമാലിന്യ സംസ്കരണ സ്ഥാപനങ്ങൾ സ്ഥാപിക്കണം. ഓരോ വീട്ടിലും ഉണ്ടാകുന്ന വേസ്റ്റുകൾ അതാത് വീടുകളിൽ സ്ഥാപിച്ചുകൊണ്ട് ആ പ്രദേശത്ത് ആളുകൾ നിയമിച്ചുകൊണ്ട് അത് ഏറ്റെടുത്തുകൊണ്ട് അതിന് പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ട് അവിടെ കൊണ്ട് നിക്ഷേപിച്ച് സുരക്ഷിതമായ ഒരു പഞ്ചായത്തായി ശുചിത്വ പഞ്ചായത്തായി കാട്ടാമല മാറ്റാൻ ഒരു നടപടിയും ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ത്രയോദശി ഊട്ടില്ലാതെ ഗുരുവായൂർ ഏകാദശി സമാപിച്ചു. കോവിഡ് നിയന്ത്രണങ്ങൾ കാരണം ത്രയോദശി ഊട്ടില്ലാതെ ഗുരുവായൂർ ഏകാദശി സമാപിച്ചു. ഇന്നലെ ദ്വാദശി ഊട്ടുമുണ്ടായില്ല. കഴിഞ്ഞ വർഷം വരെ ആയിരങ്ങളാണ് ഈ രണ്ട് വിശേഷ ഊട്ടിലും എത്തിയിരുന്നത്. ഇന്നലെ രാവിലെ ദ്വാദശി പണസമർപ്പണ ശേഷം 9 മണിയോടെ അടച്ച ക്ഷേത്രനട ചടങ്ങുകൾക്ക് ശേഷം വൈകിട്ട് 4:30 തുറന്നു. ഗോപുരവാതിൽ അടഞ്ഞുകിടന്ന നേരം നടന്ന ഉഷശീവേലിക്ക് പരിചാരകന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പരിവാര ദേവതകൾക്ക് തന്ത്രി ശ്രീകാന്ത് നമ്പൂതിരിപ്പാട് ബലിതൂവി. കീഴ്ശാന്തി മേലടം പത്മനാഭൻ നമ്പൂതിരി തിടമ്പെഴുന്നള്ളിച്ചു. കൊമ്പൻ ഗോപികണ്ണൻ തിടമ്പേറ്റി. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്തിലെ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കാട്ടകമ്പൽ പഞ്ചായത്തിലെ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. പഴനി മഹാൻ ഓഡിറ്റോറിയത്തിൽ നടത്തിയ കൺവെൻഷനിൽ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി. മുസ്ലിം ലീഗ് സെക്രട്ടേറിയറ്റ് അംഗം അഷ്റഫ് കോക്കൂർ, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ വൈസ് പ്രസിഡന്റ് CP പോൾ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയശങ്കർ, MS മണികണ്ഠൻ, BC ലത്തീഫ്, ബിജു പാപ്പച്ചൻ എന്നിവർ സംസാരിച്ചു. രാഷ്ട്രീയം പറയാൻ ഇവരെന്താ പറയാനുള്ളത്? ഏറ്റവും അവസാനമായി വന്ന വാർത്ത എന്താ? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ 2 കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർക്ക് മഹാരാഷ്ട്രയിൽ 200 ഏക്കർ ഭൂമി നാണ്യവിളകൾ നടത്തുന്ന 200 ഏക്കർ ഭൂമി ബിനാമിയായി നടക്കുന്നുണ്ട്. ഇന്നലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെക്കുറിച്ച് കേരളത്തിൽ കേട്ട വാർത്ത എന്തായിരുന്നു? നമ്മൾ പഞ്ചായത്ത് വകുപ്പ് തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി ഉണ്ടായിരുന്നല്ലോ ഈ മലപ്പുറം പ്രദേശത്തുള്ളത്. പാലൊളി മഹൂദ് കുറിച്ച് വാർത്ത എന്തായിരുന്നു? അദ്ദേഹം ഒട്ടനവധി തവണ കേരളത്തിന്റെ മന്ത്രിയായി MLA ആയി അവസാന നാളുകളിൽ ഇപ്പോഴും ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നു എന്ന് പറയുന്നത്. ലോക കമ്മ്യൂണിസ്റ്റുകൾക്ക് മാതൃകാ ജീവിതം എവിടെയെന്ന് ചോദിച്ചാൽ അങ്ങ് ഇന്ത്യയിലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന്, അവരുടെ ജീവിതമാണെന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള കമ്മ്യൂണിസ്റ്റുകാരനെയോ ഒരു മന്ത്രിസഭയുടെ 5ാം വർഷം പിന്നിട്ട് അവസാന നാളിലേക്ക് കടന്നു പോകുമ്പോൾ ഒരു 2 കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർക്ക് അങ്ങ് മഹാരാഷ്ട്രയിൽ 200 ഏക്കർ ഭൂമി ബിനാമി പേരിൽ എന്ന് പറഞ്ഞാൽ ബീഹാറിലെ കൊള്ളക്കാരനും കേരളത്തിലെ മന്ത്രിമാരും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഏറെ പുതുമകളുമായി വിശ്വാസ് കമ്പ്യൂട്ടേഴ്സിന്റെ പുതിയ സ്ഥാപനം കുന്നംകുളത്തിന്റെ ഹൃദയഭാഗത്ത് പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളം തൃശൂർ റോഡിലെ AB മാളിലാണ് വിവിധ ബ്രാൻഡഡ് ലാപ്ടോപ്പുകൾ, ഡെസ്ക്ടോപ്പുകൾ, പ്രിന്റേഴ്സ്, മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ. നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ വ്യത്യസ്ത മോഡലുകൾ, മികച്ച സ്റ്റാഫുകളുടെ സേവനം, അതിവേഗ ലോൺ സൗകര്യം, സുരക്ഷിതമായ കമ്പ്യൂട്ടർ സർവീസ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, ഇൻഷുറൻസ് പരിരക്ഷ, ഹോം ഡെലിവറി തുടങ്ങിയ സൗകര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വിശ്വാസ് കമ്പ്യൂട്ടേഴ്സ്, തൃശൂർ റോഡ്, AB മാൾ, കുന്നംകുളം. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാപ്പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ് NVKM & Sons Dindigul. Zone distributor Roja Agencies Kunnamkulam. Phone 9446145776 9446145778. വാർത്തകൾ തുടരുന്നു. BJP ചൊവ്വനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാതൃസംഗമം നടത്തി.
ബിജെപി ചൊവ്വന്നൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാതൃസംഗമം നടത്തി. സംഗമം മുൻ മിസോറാം ഗവർണറും ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷനുമായിരുന്ന കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ദർശൻ ഇടവന അധ്യക്ഷയായി. ബിജെപി ജില്ലാ സെക്രട്ടറി അനീഷ് മാസ്റ്റർ ആശംസകൾ നേർന്നു. ചടങ്ങിൽ OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് KS രാജേഷ്, മണ്ഡലം ജനറൽ സെക്രട്ടറി PJ ജെബിൻ, ചിത്തു തയ്യൂർ, ശ്രീജിത്ത് കമ്പിപ്പാലം, സുമേഷ് കളരിക്കൽ, സജിത് അഗരിയൂർ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം കിഴൂർ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ കാർത്തിക മഹോത്സവം ചടങ്ങുകൾ മാത്രമായി ഞായറാഴ്ച നടക്കും. കുന്നംകുളം കിഴൂർ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ കാർത്തികയോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ ക്ഷേത്രത്തിൽ തന്ത്രി പൂജകൾക്കും ശ്രീഭൂതബലിക്കും ശേഷം വാദ്യത്തോടെ ഒരാനപ്പുറത്ത് ദേവി എഴുന്നള്ളി പ്രദക്ഷിണം ചെയ്ത് ചടങ്ങുകൾ സമാപിക്കും. വൈകിട്ട് 6-ന് നിറമാല, ചുറ്റുവിളക്ക്, കേളി, തായമ്പക എന്നിവയ്ക്ക് ശേഷം വിളക്കെഴുന്നള്ളിപ്പ് ചടങ്ങ് ആരംഭിക്കും. ഇടയ്ക്ക, നാദസ്വരം എന്നിവയുടെ അകമ്പടിയോടെ ഒരാനപ്പുറത്ത് ദേവിയെ എഴുന്നള്ളിച്ച് 3 പ്രദക്ഷിണത്തിന് ശേഷം മേളത്തോടെ ചടങ്ങ് പര്യവസാനിക്കും. പൂജകൾക്ക് തന്ത്രി ബ്രഹ്മശ്രീ പോർക്കുളം കരകന്നൂർ വടക്കേടത്ത് വാസുദേവൻ നമ്പൂതിരിയും ക്ഷേത്രം മേൽശാന്തി സുബ്രഹ്മണ്യൻ എംബ്രാഡറിയും നേതൃത്വം നൽകും. മേളത്തിന് കക്കാട് രാജപ്പൻ മാറ പ്രമാണിയാകും. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് സുരേഷ് വലിയപുരയ്ക്കൽ, സെക്രട്ടറി മധു K നായർ, ട്രഷറർ ശ്രീരജ് KP, സംയുക്ത ഉത്സവ സമിതി സെക്രട്ടറി C പ്രവീൺകുമാർ, മേൽശാന്തി സുബ്രഹ്മണ്യൻ എന്നിവർ പങ്കെടുത്തു. ചുരുങ്ങിയ ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു മേളത്തോട് കൂടിയിട്ടാണ് നമ്മൾ അത് നടത്തപ്പെടുന്നത്. രാത്രി ഏറെ വിശേഷപ്പെട്ട ചടങ്ങാണ് ഈ വിളക്കാചാരം എന്നുള്ളത്. വാദ്യങ്ങളുടെ കാര്യത്തിലെ ഇടയ്ക്ക് വിമലയും നാദസ്വരം അടക്കമുള്ള ക്ഷേത്ര കലകളുമായി ബന്ധപ്പെട്ടുള്ള വാദ്യോപകരണങ്ങളുടെ ഒരു സമ്മേളനമാണ് ഈ വിളക്കാചാരത്തിന്റെ ഭാഗമായിട്ടുള്ള എഴുന്നള്ളിപ്പ്. അത് 3 മണിക്കൂറിന് മേലെ നടക്കാറുള്ള സംഭവം ഇപ്രാവശ്യം അത് വളരെ ചുരുക്കത്തിലാണ് നടത്തുന്നത്. പക്ഷെ ഭക്തജനങ്ങൾക്കൊക്കെ വളരെയധികം വിഷമമുണ്ട്. ആ വിഷമം കൂടി നമ്മൾ ഈ അവസരത്തിൽ പങ്കുവയ്ക്കണം, നിങ്ങളിലൂടെ അത് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു താല്പര്യം എടുത്തിട്ടാണ്. കുന്നംകുളം പ്രസ് ക്ലബ് സംഘടിപ്പിക്കുന്ന ജനകീയം 2020 സംവാദ പരിപാടിയിൽ വേലൂർ പഞ്ചായത്തിലെ ഭരണകക്ഷി പ്രതിപക്ഷാംഗങ്ങൾ പങ്കെടുത്തു. കുന്നംകുളം പ്രസ് ക്ലബ് സംഘടിപ്പിച്ച ജനകീയം 2020 പരിപാടിയിൽ വേലൂർ പഞ്ചായത്തിലെ മുൻ ഭരണപക്ഷ പ്രതിപക്ഷാംഗങ്ങൾ പങ്കെടുത്തു. ക്ഷേമഭരണമാണ് വേലൂരിൽ നടന്നതെന്ന് മുൻ പ്രസിഡന്റും CPM നേതാവുമായ ഷർലി ദിലീപ് പറഞ്ഞു. BJP CPM അവിശുദ്ധ കൂട്ടുകെട്ടാണ് വേലൂർ പഞ്ചായത്തിലുണ്ടായതെന്ന് കോൺഗ്രസ് അംഗം ശ്യാം കുറ്റപ്പെടുത്തി. കോൺഗ്രസ് CPM ദുഷ്പ്രചരണങ്ങളെ അതിജീവിച്ചാണ് BJP പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് BJP നേതാവ് മണികണ്ഠൻ പറഞ്ഞു. ആരോഗ്യ മേഖലയ്ക്ക് പരിഗണന നൽകിയും ഗവൺമെന്റ് സ്കൂളുകളെ സംരക്ഷിച്ചും പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ ഗ്രൌണ്ട് നിർമ്മിച്ചും റോഡുകളുടെ നവീകരണം പൂർത്തിയാക്കിയും കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കിയും വികസനത്തെ മുന്നോട്ടടുപ്പിച്ചെന്ന് ഷർലി ദിലീപ് അഭിപ്രായപ്പെട്ടു. കോൺഗ്രസ് മെമ്പർമാരെ പഞ്ചായത്ത് ഭരണസമിതി അവഗണിച്ചെന്നും CPM BJP പ്രവർത്തകരെ വിവിധ ഓഫീസുകളിലെ താൽക്കാലിക ജീവനക്കാരാക്കി നിയമിച്ചും കോൺഗ്രസ് അംഗങ്ങൾക്കെതിരെ കള്ളക്കേസെടുത്തുമാണ് CPM 5 വർഷം പൂർത്തീകരിച്ചതെന്ന് ശ്യാം കുറ്റപ്പെടുത്തി. CPM കോൺഗ്രസ് കൂട്ടുകെട്ടാണ് വേലൂരിൽ തുടങ്ങുന്നതെന്നും കോൺഗ്രസ് CPM ദുഷ്പ്രചരണങ്ങളെ അതിജീവിച്ചാണ് BJP പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നതെന്നും 5 വർഷം CPM ഭരണം പരാജയമായിരുന്നുവെന്നും ഭരണവിരുദ്ധ വികാരം പഞ്ചായത്തിൽ ശക്തമാണെന്നും BJP നേതാവ് മണികണ്ഠൻ പറഞ്ഞു. അടയ്ക്ക പഴയത് 7,200 രൂപ മുതൽ 7,840 രൂപ വരെ, പുതിയത് 6,300 രൂപ മുതൽ 7,050 രൂപ വരെ, രണ്ടാം തരം 4,906 രൂപ മുതൽ 5,958 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പഴനി MD കോളേജിൽ നിയമദിനം ആചരിച്ചു. കുന്നംകുളം പ്രസ് ക്ലബ് സംഘടിപ്പിച്ച ജനകീയം 2020 സംവാദ പരിപാടിയിൽ കാട്ടകാമ്പൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CK സദാനന്ദനും പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠനും പങ്കെടുത്തു. ത്രയോദശി ഊട്ടില്ലാതെ ഗുരുവായൂർ ഏകാദശി സമാപിച്ചു. കാട്ടകാമ്പൽ ഗ്രാമപഞ്ചായത്തിലെ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. BJP ചൊവ്വന്നൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാതൃസംഗമം നടത്തി. കുന്നംകുളം കിഴൂർ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ കാർത്തിക മഹോത്സവം ചടങ്ങുകൾ മാത്രമായി ഞായറാഴ്ച നടക്കും. കുന്നംകുളം പ്രസ് ക്ലബ് സംഘടിപ്പിക്കുന്ന ജനകീയം 2020 സംവാദ പരിപാടിയിൽ വേലൂർ പഞ്ചായത്തിലെ ഭരണകക്ഷി പ്രതിപക്ഷാംഗങ്ങൾ പങ്കെടുത്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.